നമസ്കാരം. നമ്മൾ ഇതുപോലെയുള്ളൊരു POS സെറ്റപ്പ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഹാർഡ്വെയറുകൾ വേണം, ഇതിനെന്തൊക്കെ ഹാർഡ്വെയറുകൾ കണക്ട് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഓരോന്നത്തിൻ്റെ പ്രൈസ്, ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി ഇരുന്ന് പരിചയപ്പെടാം. ഇതിന് ഒരുപാട് ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഹാർഡ്വെയറുകളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും യൂസിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഏതൊക്കെ ഹാർഡ്വെയറുകളാണ് നിങ്ങളുടെ ഷോപ്പിന് ബെസ്റ്റ് ആയിട്ടുള്ളതെന്നുള്ളത്. പിന്നെ ഈ ഹാർഡ്വെയറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആക്സസറീസ് ഉണ്ട്. പേപ്പർ റോള്, സ്റ്റിക്കർ റോള്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഇരിക്കുന്ന ഐറ്റംസ് നമുക്ക് പാക്കഡ് ആയിട്ടാണ് വരുന്നത്. ഈ പാക്കറ്റ് എങ്ങനെ ഇരിക്കും അതും ഒന്ന് കാണാം. അതുപോലെ നമുക്ക് ഈ തെർമൽ പ്രിൻ്ററുകളുണ്ട്. ഈ പ്രിൻ്ററുകൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം, അതിൻ്റെ ഷാർപ്പ്നെസ് നോക്കാം. ഏത് പ്രിൻ്ററാണ്, ആമസോണിലൊക്കെ നമുക്ക് നോക്കി ഇഷ്ടംപോലെ പ്രിൻ്ററുകളുണ്ട്. അതിനകത്ത് ഏതാണ് നമുക്ക് ബെസ്റ്റ് എന്നുള്ള കാര്യം നോക്കാം. അതുകൂടാതെ ചില പ്രിൻ്ററുകൾ റിലയബിൾ ആവത്തില്ല, ചില പ്രിൻ്ററുകൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് വരും, വർഷങ്ങളോളം നീണ്ട നിലുള്ള പെർഫോമൻസ് വരും. അതുപോലെ ചില സ്കാനറുകൾ നമുക്ക് എടുത്തിട്ട് നമുക്ക് 6 മാസമൊക്കെ ഉപയോഗിച്ചിട്ട് കളയേണ്ട സ്കാനറുകളുണ്ട്. ചിലത് നല്ല ലോങ് ലൈഫ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൊന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ഷിബിൻ. നമ്മുടെ സോഫ്റ്റ്വെയർ ഓഫീസാണ് ബേസിക്കലി. ഇതാണ് നമ്മുടെ ഓഫീസ്. നമ്മുടെ സെയിൽസ്, കസ്റ്റമർ കെയർ ടീം, പ്രൊഡക്ഷൻ ടീം എല്ലാവരും ഇവിടെയാണുള്ളത്. നമ്മുടെ സ്ഥാപനം വടയാറാണുള്ളത്. തലയോലപ്പറമ്പ് ഇളങ്കാവ് വടയാർ, അതായത് കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ബാക്കിയുള്ള ആക്സസറീസൊക്കെ ഒന്ന് കണ്ടു കളയാം. വരും. നമുക്ക് സ്കാനർ ആണെങ്കിലും ഇതുപോലത്തെ TVSൻ്റെ സ്കാനറുകളൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് വളരെ നല്ലൊരു സ്കാനറാണ്, വളരെ ലോങ് ലൈഫ് കിട്ടുന്നൊരു സ്കാനറാണ്. നിയർ അബൌട്ട് 2500 രൂപ പ്രൈസേ ഉള്ളൂ. ഇത് 1D സ്കാനറാണ്, റബ്ബർ പുഷൊക്കെയുള്ള ടൈപ്പ് 1D സ്കാനറാണിത്. ഇത് TVSൻ്റെ. ഇതിൻ്റെ കൂട്ടത്തിലൊരു കാറ്റലോഗ് കിട്ടും. ഇത് സൂക്ഷിച്ച് വയ്ക്കുക, എന്തെങ്കിലും കാരണവശാൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതുമൊക്കെ നമുക്ക് റിബൺ റോളുകളാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് വരാം. അതിൻ്റെ പ്രൈസിങ്ങും അതിൻ്റെ ഒരു കാട്രിജിൽ എത്ര ബാർകോഡ് പ്രിൻ്റ് ചെയ്യാൻ പറ്റും, എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതൊക്കെ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതെല്ലാം ബാർകോഡ് പ്രിൻ്ററുകളാണ്. ഈ കാണുന്ന എല്ലാം ഫുള്ള് ബാർകോഡ് പ്രിൻ്ററുകളാണ്. നമുക്ക് ഇതുപോലെ തന്നെ ഇതാണ് ഈ പ്രിൻ്റർ. TSC 244 എന്ന് പറഞ്ഞൊരു മോഡലാണ്. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു മോഡൽ പ്രിൻ്ററാണിത്. വളരെ ഫേമസ് പറഞ്ഞാൽ വളരെ ഫേമസ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ആമസോണിലെ പ്രൈസ് 11,500 ആണ്. പക്ഷേ നമുക്ക് ചെറിയൊരു ഓഫർ പ്രൈസ് ഉണ്ട്, 9,800 ഈ ഒരു സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. പുതിയ സ്റ്റോക്ക് ഇനി നമ്മുടെ സപ്ലയർ തരത്തില്ല എന്ന് പറഞ്ഞേക്കണേ, കാരണം ഈ ഡീലർ പ്രൈസിൽ സെല് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഓഫർ പ്രൈസ്. ഇത് കണ്ട് ഇനിയും കുറച്ചുകൂടി ഉണ്ട്, ഒരു ഇതിനേക്കാളും ഒരു ഡബിൾ ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 500-600 പ്രിൻ്റർ കൂടി ഉണ്ട്. ഇത് ഏകദേശം ഒരു 100 പ്രിൻ്ററോളം ഉണ്ട് ഇത്. പിന്നെ നമുക്ക് ബില്ലടിക്കാനായിട്ട് ബെസ്റ്റ് പ്രിൻ്ററാണിത്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഹിന്ദിയിലാണ്, നോക്കിക്കളയുക. കേട്ടോ, ഈ ഒരു പ്രിൻ്റർ നല്ലൊരു 3 ഇഞ്ച് ഓട്ടോ കട്ട് തെർമൽ പ്രിൻ്ററാണിത്. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പ്രിൻ്ററാണ്, കണ്ടില്ലേ, ഈ ഇരിക്കുന്ന മുഴുവനും ഈ ഒരു പ്രിൻ്ററാണ്. ഇത് നമുക്ക് ഡീലർഷിപ്പ് പ്രൈസിൽ കിട്ടിയതാണ്. ആക്ച്വലി ഇത് ഒരുപാട് ബ്രാൻഡിൽ ഈ സെയിം പ്രിൻ്റർ ഇറക്കുന്നുണ്ട്. ഇത് റെസ്റ്റോൾ ഇറക്കിയിരിക്കുന്നു, എക്സ് പ്രിൻ്റർ ഇറക്കുന്നുണ്ട്, സെയിം പ്രോഡക്റ്റ് തന്നെ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കേട്ടോ, ഇതിൻ്റെ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ടെസ്റ്റ് പ്രിൻ്റൊക്കെ ഉണ്ട്. ഇത് 3 ഇഞ്ചിൻ്റെ ഓട്ടോ കട്ട് മെക്കാനിസം ഉള്ള പ്രിൻ്ററാണ്. 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈവൻ വാറണ്ടി പ്രിൻ്റ് കഴിഞ്ഞാലും നമുക്കിതിൻ്റെ സർവീസ് കൊടുക്കാൻ സാധിക്കും. കാരണം എനിക്ക് ഇതിൻ്റെ ഹോൾസെയിൽ സപ്ലയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സർവീസ് പ്രോപ്പറായിട്ട് തരാൻ സാധിക്കും. പ്ലസ് ഇതിനകത്ത് നമുക്ക് കുറച്ച് ആക്സസറീസ് ഒക്കെ ഉണ്ട്. അതായത് ഇതിൻ്റെ പവർ സപ്ലൈ കേബിള്, USB കേബിള്, പ്ലസ് ഇതിൻ്റെ അഡാപ്റ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇവിടെ നമുക്ക് പവർ സപ്ലൈ ഇവിടെയാണ് കൊടുക്കുന്നത്, ത്രൂ അഡാപ്റ്റർ. ഇവിടെ നമ്മുടെ ക്യാഷ് ഡ്രോയർ കണക്ട് ചെയ്യാൻ, ഇവിടെ നമ്മുടെ USB കണക്ട് ചെയ്യാൻ, കമ്പ്യൂട്ടറിൽ നിന്ന് ഉള്ള USB. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു CD ഡ്രൈവ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ദൂരെ കളയാനേ ഉള്ളൂ, കാരണം ഇപ്പോഴത്തെ ഒരു കമ്പ്യൂട്ടറിലും CD ഡ്രൈവ് ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്കിതെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് അതിൻ്റെ ലിങ്കുകളൊക്കെ തരാൻ സാധിക്കും. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ കാണുന്ന വെയിങ് മെഷീൻസാണ്. ഈ വെയിങ് മെഷീൻസിനൊക്കെ പ്രത്യേകതയുണ്ട്. ഇത് ലൈവ് വെയിങ് മെഷീനാണ്. ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ആ സൈഡിൽ നിന്ന്. ഇതിൻ്റെ പുറയിൽ നമുക്കൊരു അഡാപ്റ്റർ കാണാൻ സാധിക്കും. കണ്ടോ, 9 പിൻ അഡാപ്റ്റർ ഉണ്ട്, കണ്ടില്ലേ ഈ കാണുന്നത്. ഇത് നമുക്ക് ഈ ഒരു സംഭവം കുത്തിയിട്ട് ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു USB പോർട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കുത്താം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ത് വെയിറ്റ് വെച്ച് കഴിഞ്ഞാലും അതേപടി നമുക്ക് കമ്പ്യൂട്ടറിൽ കിട്ടും, സോഫ്റ്റ്വെയറിൽ കിട്ടും. RAINTECH POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും വെജിറ്റബിൾ എടുക്കുക, ആ പ്രൊഡക്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക,
നമുക്ക് അങ്ങനെ തന്നെ ബില്ല് ചെയ്ത് പോകാൻ സാധിക്കും. ഇത് നമ്മുടെ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന വെയിങ് മെഷീനാണ്. ഈ ബാർകോഡ് ടൈപ്പ് വെയിങ് മെഷീനാണിത്. ഇതിനകത്ത് നമുക്ക് ഈ സൈഡിൽ കണ്ടല്ലോ, നമുക്ക് ഈ പച്ചക്കറിയും ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. ആക്ച്വലി നമ്മൾ മറ്റേ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാൻ സാധിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സെയിൽസ്മാൻ നിൽക്കും, കുറേ പച്ചക്കറി പുറത്ത് തൂക്കി വെക്കും, ഇതുപോലത്തെ സ്റ്റിക്കർ തൊട്ടിക്കും, കൗണ്ടറിൽ വന്ന് സെയിൽ ചെയ്യും. അപ്പോൾ ഇത് പണ്ടുകാലം മുതലേ ഉള്ളൊരു വെയിങ് മെഷീനാണ്. ഇത് അവിടെ കുത്തി കഴിയുമ്പോൾ ഇത് ആ വെയിറ്റിനനുസരിച്ചുള്ള ബാർകോഡ് പുറത്തേക്ക് വരും. പക്ഷേ അതിനേക്കാളും അഡ്വാൻസ്, അതിൻ്റെ പ്രൈസും ഞാൻ പറഞ്ഞുതരാം. അതിനേക്കാളും 100 ഇരട്ടി ഈസിയാണ്. ഇത് കൗണ്ടറിൽ തന്നെ വെക്കാം. ആൾക്കാർ എന്തോരം വെജിറ്റബിൾസ് എടുത്തുകൊണ്ട് വന്നാലും അല്ലെങ്കിൽ ലൂസ് പ്രൊഡക്ട്സ് എടുത്തുകൊണ്ട് വന്നാലും നമുക്കിതിനെ പുറത്തേക്ക് വെക്കുക, ഏത് പ്രൊഡക്റ്റാണെന്ന് തൊട്ട് കൊടുക്കുക, അങ്ങനെ തന്നെ നമുക്ക് ബില്ല് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസ് 6500 രൂപയാണ്. ഇതിൻ്റെ പ്രൈസ് 18500 രൂപയാണ്. GST ഉൾപ്പെടെയുള്ള പ്രൈസാണ്. പ്ലസ് ഈ ഒരു അഡാപ്റ്റർ കൂടി വേണം. ഈ അഡാപ്റ്റർ ഉണ്ട് 400 രൂപേൻ്റെ. അപ്പോൾ ഇത്ര സെറ്റപ്പ് ഉണ്ടെന്ന് നമുക്ക് ഇതിലേതാണ് നമുക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള വെയിങ് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കുറേ അധികം ആക്സസറീസ് ഉണ്ട്. ആക്സസറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കാനറുകളുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ടേബിൾ ടോപ്പ് സ്കാനറുകൾ കണ്ടില്ലേ, ഇതെല്ലാം ടേബിൾ ടോപ്പ് സ്കാനറുകളാണ്. ഈ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു കേബിളുണ്ട്, കണ്ടില്ലേ. ഇത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തൊരു കാറ്റലോഗുണ്ട്. പ്ലസ് ഇതാണ് ടേബിൾ ടോപ്പ് സ്കാനർ. ഇതിങ്ങനെ ഇരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇത് റെസ്റ്റോൾ മോഡൽ നമ്പർ PD 2000 എന്ന് പറഞ്ഞ മോഡൽ നമ്പറാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. നിയർ അബൌട്ട് 2.5 ആണെന്ന്, 3യുടെ അകത്താണെന്ന് എനിക്കൊരു ഓർമ്മ. ഞാൻ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ കറക്റ്റ് പ്രൈസ് അയച്ചു തരാം. ഇതാണ് 2D ബാർകോഡ് സ്കാനർ. പിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സ്കാനറുണ്ട്. ഇതും 2D ബാർകോഡ് സ്കാനറാണ്. ഇത് റെസ്റ്റോളിൻ്റെ തന്നെയാണ്. ഇതിന് വിത്ത് വൈബ്രേഷനുള്ള, ആദ്യമായിട്ടാണ് ഒരു വൈബ്രേഷനുള്ളൊരു സ്കാനർ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇതാണ് ആ സ്കാനർ. ഇത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫീല് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സാധനം വൈബ്രേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് D2060 എന്ന് പറഞ്ഞൊരു മോഡൽ നമ്പറാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ബാർകോഡ് സ്കാനറാണ്. ഇതും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ടേബിൾ ടോപ്പാണ്. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റാണ്, ഹൈ സ്പീഡ് ബില്ലിംഗ് വേണമെന്നുണ്ടെങ്കിൽ ടേബിൾ ടോപ്പ് ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്തരം ടൈപ്പ് ബാർകോഡും ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതെല്ലാം പ്രിൻ്ററുകളാണ്. ഇതിപ്പോൾ ഈസി പോസിൻ്റെ പ്രിൻ്ററാണ്. അതുകൂടാണ്ട് തന്നെ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് പ്രിൻ്റർ, ഇത് ബില്ലടിക്കുന്ന പ്രിൻ്ററാണ്. ഇതെന്താണ് ഞങ്ങൾ 2 പ്രിൻ്റർ ഇവിടെ വെച്ചിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമുണ്ട്. ഇതുമൊക്കെ ഈസി പോസിൻ്റെ പ്രിൻ്ററുകളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുമല്ല ഈസി പോസിൻ്റെ, കണ്ടോ, ഇതെല്ലാം ഈസി പോസിൻ്റെ പ്രിൻ്ററുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതിന് 5100 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്, നോ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രിൻ്ററിൻ്റെ ഓപ്പൺ ചെയ്ത പീസ് അവിടെയുണ്ട്, നമുക്ക് അത് കണ്ടു കളയാം. പിന്നെ വെയിങ് മെഷീൻ എല്ലാം പരിചയപ്പെട്ടു. ഇതിൽ ഈ ഇരിക്കുന്ന എല്ലാം വെയിങ് മെഷീൻസാണ്, ലൈവ് വെയിങ് മെഷീൻസ്. ഇത് നമുക്ക് ക്യാഷ് ഡ്രോയേഴ്സാണ്. ക്യാഷ് ഡ്രോയർ, ഹെവി ഡ്യൂട്ടി ക്യാഷ് ഡ്രോയറുകളാണ്. പിന്നെ ഇതെല്ലാം നമുക്ക് വെയിങ് മെഷീൻസാണ്. ഇതെല്ലാം ത്രാസ്, അതായത് തൂക്കുന്ന ത്രാസുകൾ. പിന്നെ ഇതാണ് വാക്സ് റിബൺ എന്ന് പറയുന്നത്. TVSൻ്റെ തന്നെ ഒറിജിനലായിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ 1 ടൺ × 300 മീറ്ററാണ്. ഇത് ആവറേജ് നമുക്ക് എന്തോരം പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇതുണ്ട് ബാർകോഡ് റോളുകൾ. ഇത് ബില്ലടിക്കുന്ന റോളുകളാണ്. മീൻസ് ഞാൻ ഈ ബില്ലടിക്കാനുള്ള തെർമൽ പേപ്പർ റോളുകളാണ്. ഇത് ബാർകോഡ് പ്രിൻറ്റ് ചെയ്യുന്ന സ്റ്റിക്കറുകളാണ്. ഇത് 2x1 ഇഞ്ചിൻ്റെ സ്റ്റിക്കറാണ്. നമുക്കിത് ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇതിനകത്ത് 4000 ആമസോണിലേക്ക് ഇത് സെയിം വിൽക്കുന്ന 4000 സ്റ്റിക്കറാണെന്ന് പറഞ്ഞിട്ടാണ്. നമുക്കിതിനകത്ത് ആക്ച്വലി 3500 ഞാൻ മാനുഫാക്ചറോട് പറഞ്ഞുള്ളത് കൃത്യമായിട്ട് അടിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു റോള് കൊണ്ട് നമുക്ക് ഈ 4 എണ്ണം കവർ ചെയ്യാൻ സാധിക്കും. ഇത് 300 മീറ്റർ ഉണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് 4 റോളോളം നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 300-350 രൂപയാണ്. MRP ഇട്ടിരിക്കുന്നത് 600 പക്ഷേ 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. TVSൻ്റെ ആയതുകൊണ്ട് 200 മുതലുണ്ട്. പക്ഷേ നമുക്ക് കുറഞ്ഞ റിബണാണ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വാളിറ്റിയുടെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഷാർപ്പ്നെസ് വരത്തില്ല, ബാർകോഡ് കറക്റ്റായിട്ട് വരത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇത് 2x1 ഇഞ്ച് സ്റ്റിക്കറാണ്. പിന്നെ ഇതുണ്ട്. ഇത് നമുക്ക് ബില്ലടിക്കുന്ന പേപ്പറുകളാണ്. ഇത് 50 മീറ്റർ എന്ന് പറഞ്ഞാൽ തരുന്നത്. എക്സാക്ട്ലി 50 കാണത്തില്ല.
അത് സാധാരണഗതിയിൽ അങ്ങനെ വരാറ് 40 മീറ്ററൊക്കെ കാണുമായിരിക്കും. ഇതിൻ്റെ പ്രൈസ് ആമസോണിലൊക്കെയുള്ള പ്രൈസ് 58 രൂപ പെർ റോളിന്, 58 റുപ്പീസ് പെർ റോൾ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ്. പിന്നെ ഇതൊരു നല്ല സ്കാനറാണ്. ഇതിൻ്റെ ഇപ്പം 1000 പീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളതിൽ കുറച്ച് പീസേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇത് ലേസർ ഹാൻഡ് ഹെൽഡ് LS500 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് കേട്ട് ഞാൻ ഞെട്ടും, 499. അതാണ് അതിൻ്റെ പ്രൈസ്. ഇത് എല്ലാം ഡീലർ പ്രൈസുകളാണ്. നമ്മൾ ആ കണ്ടില്ല ഈസി പോസിൻ്റെ പ്രിൻ്റർ. എന്തുകൊണ്ടാണ് ഞാൻ 2 പ്രിൻ്റർ ബിൽ പ്രിൻ്ററിൽ ഇവിടെ നമ്മുടെ ഓഫീസിൽ സൂക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടോ, ലാൻ പോർട്ടുണ്ട്. ലാൻ അതായത് നമ്മൾ കിച്ചണിലൊക്കെ KOT പ്രിൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ നമ്മുടെ ഈ CPU ഒന്ന് ഇതുണ്ട്, ഈ CPU ഒന്ന് ഡയറക്റ്റ് USB വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡയറക്റ്റ് USB ഒക്കെ മാക്സിമം 3 to 5 മീറ്ററൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ലെങ്തിൽ, ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൗണ്ടർ, അങ്ങ് അറ്റത്താണ് കിച്ചൺ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഇത്ര ലെങ്തിൽ USB കേബിൾ ഇടാൻ പറ്റത്തില്ല. കാരണം വോൾട്ടേജ് ഡ്രോപ്പ് കൊണ്ട് പ്രിൻ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് കേബിൾ ഇടും. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് സ്വിച്ചുകളും റൗട്ടറും ഒക്കെ ഉള്ളതുകൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇത്തരം പ്രിൻ്ററുകൾ, ലാൻ പ്രിൻ്ററുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത്തരം പ്രിൻ്ററുകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആമസോണിലുള്ളൊരു പ്രിൻ്ററാണ്, എക്സ് പ്രിൻ്ററിൽ തന്നെ ഒരു പ്രിൻ്ററാണ്. ഇതിൽ ലാൻ പോർട്ട് ഇല്ല, കണ്ടോ. ഇത് ക്യാഷ് ഡ്രോയറിൻ്റെ പോർട്ടാണ്. ഇത് ഡയറക്റ്റ് പവർ സപ്ലൈ, USB, കണ്ടോ. ലാൻ പോർട്ട് ഇല്ല. ഇതിനെന്താണ്, ഇതിന് ലാൻ പോർട്ടും ഉണ്ട്, ഇതുമുണ്ട്, അതായത് നമ്മുടെ ക്യാഷ് ഡ്രോയർ. അപ്പോൾ ഇത് പവർ സപ്ലൈ, ഇത് USB, അങ്ങനെ ഒരു പ്രിൻ്ററാണ്. ഇതെല്ലാം 3 ഇഞ്ച് ഓട്ടോ കട്ട് ഹൈ സ്പീഡ് തെർമൽ പ്രിൻ്ററുകളാണ്. പിന്നെ ബാർകോഡ് സ്കാനറുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇത് ഒരു ബാർകോഡ് സ്കാനറാണ്. ഇത് ഹണിവെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ബാർകോഡ് സ്കാനറാണ്. 1D ബാർകോഡ് സ്കാനറാണ്. പണ്ട് കാലം മുതലുള്ളൊരു മോഡലായത്. MS7120 എന്ന് പറഞ്ഞ മോഡൽ. അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 10,000 രൂപ വരും. ഇതിങ്ങനെ ഉണ്ടോ, ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും, കണ്ടില്ലേ. ഇതാണ് സംഭവം. പിന്നെ പുതിയൊരു മോഡലാണിത്. ഇതിൻ്റെ നമ്പർ വന്നിട്ട് PD 3000 ആണ്. ഇതിന് കുറച്ച് സ്പീഡ് കൂടുതലുണ്ട്. ഇതും ടിൽറ്റ് ചെയ്യാൻ പറ്റും, കണ്ടില്ലേ. ഇങ്ങനെ ടിൽറ്റ് ചെയ്യാനും കാര്യങ്ങളെല്ലാം പറ്റും. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ കമ്പനിയാണ്. 2D ബാർകോഡ് സ്കാനറാണിത്. ഇതും ഇവിടെ കേബിൾ കുത്തിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. കേബിൾ കുത്തി വെച്ചാൽ നമുക്ക് ടേബിൾ ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സ്കാൻ ചെയ്യാനായിട്ട് ടേബിൾ ടോപ്പാണ് എപ്പോഴും ബെസ്റ്റ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ടേബിൾ ടോപ്പിനേക്കാളും ഹാൻഡ് ഹെൽഡ് സ്കാനറിനാണ് കുറച്ചുകൂടി റീഡിങ് കേപ്പബിലിറ്റി കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാലിറ്റി എനിക്കറിയത്തില്ല. പിന്നെ നമ്മളവിടെ കണ്ടില്ലായിരുന്നോ നമ്മുടെ ക്യാഷ് ഡ്രോയറിനൊക്കെ 3500 മുതൽ 3700 രൂപ ആ പ്രൈസ് റേഞ്ചേ ഉള്ളൂ ക്യാഷ് ഡ്രോയറിന്. റെസ്റ്റോറൻറ്റ് ക്യാഷ് ഡ്രോയറാണ് അവിടെ ഇരുന്നത്. പിന്നെ ഇത് ടച്ച് സ്ക്രീൻ മോണിറ്ററാണ്. ഇതിന് 15,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ നമ്മുടെ സാധാരണ ലാപ്ടോപ്പിലോ നമ്മുടെ സാധാരണ ഡെസ്ക്ടോപ്പിലോ നമുക്ക് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ടച്ച് സ്ക്രീൻ വേണമെന്നുള്ളവർക്ക് മാത്രം അത് ഉപയോഗിക്കുക. ഇതിന് 15,000 രൂപ, ആമസോണിൽ 18,000 രൂപയാണ്. നമ്മൾ ഡീലർ പ്രൈസിൽ കൊടുക്കുന്ന 15,000 രൂപയ്ക്കാണ്. പിന്നെ CPU ഉണ്ട്. അത് നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പ് ടൈപ്പ് കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു i5 പ്രോസസ്സറൊക്കെയുള്ള 4GB RAM SSD ഉള്ളൊരു CPU വാങ്ങുക. അതായിരിക്കും ബെസ്റ്റ്, കംഫർട്ടബിൾ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ എവിടെയെങ്കിലും POS സിസ്റ്റംസ് അല്ലെങ്കിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക. വിത്ത് കസ്റ്റമർ കെയർ സപ്പോർട്ട്. നമ്മുടെ ഓഫീസിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ സെയിൽസിന്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ആഫ്റ്റർ സെയിൽസിലിരിക്കുന്ന ആൾക്കാരാണ്. പ്രൊഡക്ഷൻ ആഫ്റ്റർ സെയിൽസ് എല്ലാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽസാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം. കാരണം എക്സാമ്പിൾ നമ്മളിപ്പോൾ പുതിയൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ ടീമുണ്ട്. പുതിയ കസ്റ്റമേഴ്സിന് ഫസ്റ്റ് പ്രൈമറി സപ്പോർട്ട് കൊടുക്കാനായിട്ട് 5-6-7 പേര് സെപ്പറേറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് കൂടുതൽ സർവീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പഴയ കസ്റ്റമറുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കുളമാകും. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിന് ഫോർ എക്സാമ്പിൾ ഈ പ്രിൻ്ററുകൾ സെറ്റ് ചെയ്യണം, ഹാർഡ്വെയറുകൾ സെറ്റ് ചെയ്യണം, സോഫ്റ്റ്വെയറുകൾ സെറ്റ് ചെയ്യണം, പ്ലസ് നമ്മുടെ ട്രെയിനിങ് കൊടുക്കണം. ചിലപ്പോൾ പ്രോഡക്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ പ്രോഡക്റ്റുകൾ എക്സൽ ഷീറ്റിൽ കൂടിയൊക്കെ ഇട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, പർച്ചേസ് സെൻറ്റർ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ കുറേ സംഗതികളൊക്കെ ട്രെയിനിങ് തരും അവർ. അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കുക. പിന്നെ ഇതിനകത്ത് വാട്സാപ്പിൻ്റെയൊക്കെ ടെക്നോളജികളുണ്ട്. നമുക്കിപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഒരു ഇമേജ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഒറ്റ ക്ലിക്കിൽ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും അത് നമുക്ക് വാട്സാപ്പായിട്ട് പോയിക്കോളും. വാട്സാപ്പ് API ഇൻ്റഗ്രേഷൻ ഉണ്ട്, കാറ്റലോഗ് ഇൻ്റഗ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ കൂപ്പൺ കോഡ് ഫെസിലിറ്റി ഉണ്ട്. ഡിജിറ്റൽ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മന്ത് എൻഡ് ആകുമ്പോൾ നമുക്ക് ഇത്ര ഓഫറുകളുണ്ടെന്നൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ അയക്കാനുള്ള ഫെസിലിറ്റികളെല്ലാം നമുക്ക് RAINTECH POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിലുണ്ട്. അങ്ങനെയുള്ള ഫീച്ചേഴ്സുകളെല്ലാം നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്ലസ്
ഏറ്റവും എടുത്ത് പറയേണ്ടതായിട്ടുള്ള ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ട്. പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ കസ്റ്റമർ കെയറിന് വിളിക്കുമ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ടൈം കൊടുക്കുക. കാരണം ഏതെങ്കിലും കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് റീകണക്ട് ചെയ്യാനുള്ള ഒരു സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെ നമ്മുടെ ഓഫീസിൽ സ്റ്റാഫുണ്ട്. പ്ലസ് മൺഡേ ടു സാറ്റർഡേ, സൺഡേ ഓഫാണ്. ഇങ്ങനെയൊക്കെയാണ് റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡിൻ്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഹാർഡ്വെയറുകളും പ്ലസ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ബിസിനസ്സിന് ചെയ്യുന്നുണ്ട്. നമ്പർ 1 സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറീസ്, റെസ്റ്റോറൻറ്റ്, അതുകൂടാതെ നമ്മുടെ മെഡിക്കൽ ഷോപ്പ്, പിന്നെ ഗാർമെൻറ്റ്സ്, നമ്മുടെ ജനറൽ സ്റ്റോഴ്സുകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ, പിന്നെ ഹാർഡ്വെയർ ഷോപ്പുകൾ, അങ്ങനെയുള്ള ഒരുപാട് വൈഡ് ഓഫ് ആക്ടിവിറ്റീസിന് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൾഫ് കൺട്രീസിലേക്കുള്ള വാറ്റ് സോഫ്റ്റ്വെയറുകൾ, പിന്നെ സോഫ്റ്റ്വെയറിൽ തന്നെ ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ തന്നെ 2 സ്പെഷ്യൽ കാറ്റഗറീസ് ഉണ്ട്. അതായത് ടച്ച് സ്ക്രീൻ ഇൻ്റർഫേസ് ഉള്ളതും പിന്നെ ERP ബേസ്ഡ് ആയിട്ടുള്ളതും 2 ഓപ്ഷനുണ്ട്. രണ്ടിനകത്തും ഒരുപാട് ടൺ കണക്കിന് ഫീച്ചേഴ്സുമായിട്ടാണ് റെയിൻടെക് സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രവർത്തനം. ഇത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. സപ്പോസ് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വാട്സാപ്പിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത സമയമൊന്നും ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. അതായത് ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. VB.net പ്രൊജക്റ്റുകളാണ് റെയിൻടെക്കിൻ്റെ എല്ലാ സോഫ്റ്റ്വെയറുകളും. പ്ലസ് SQL ഡേറ്റാബേസ് ആണ്. നമുക്ക് ബാങ്കിങ് സെക്ടറിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ SQL ഡേറ്റാബേസ് ആണ് നമ്മളിപ്പോൾ ഡേറ്റാബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ കേപ്പബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് പ്രോഡക്റ്റുകൾ അപ്ലോഡ് ചെയ്താലും യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകാത്തൊരു ഒരു ആപ്ലിക്കേഷനാണ്, ഒരു ഡേറ്റാബേസാണ് SQL ഡേറ്റാബേസ്. അപ്പോൾ ഈ ഫീച്ചേഴ്സുകളൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ ഞാനൊന്നുകൂടി പറയാം. തലയോലപ്പറമ്പിലാണ്, കോട്ടയം ജില്ലയിൽ വടയാർ എന്ന് പറഞ്ഞാൽ തലയോലപ്പറമ്പ് അടുത്ത് തന്നെയാണ് വടയാർ, 2 കിലോമീറ്ററുള്ള അവിടുന്ന്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. POSൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഹെൽപ്പിനും സപ്പോർട്ടിനും വിളിക്കുക 8078311945 അല്ലെങ്കിൽ 8606093110. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.